അനാഥ കുട്ടിയെ കല്യാണം കഴിച്ച അനാഥാലയത്തിന്റെ ഓണറിന്റെ മകൻ വലിയ വാർത്തയായിരുന്നു. ഞാനടക്കമുള്ള ഈ കേരളത്തിലെ പ്രഗത്ഭരായ ഒരുപാട് വ്ളോഗർമാർ വന്ന് ആ കല്യാണം കൂടുകയും ആ വാർത്ത പങ്കുവെക്കുകയും ചെയ്തിരുന്നു. കാര്യം കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായ ഒരു കല്യാണമായിരുന്നു. കാര്യം ആരോരുമില്ലാത്ത, അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു അനാഥ കുട്ടി, ആ കുട്ടിക്ക് ആ അനാഥാലയത്തിന്റെ തന്നെ ഓണറിന്റെ മകൻ ഒരു ജീവിതം കൊടുത്തു. എന്ത് സന്തോഷമുള്ള ഒരു വാർത്തയായിരുന്നു. എല്ലാവരും ആ പയ്യനെ വാനോളം പുകഴ്ത്തി. ആ അമ്മയെ എല്ലാവരുടെയും അമ്മയായി കണ്ടു. വലിയ ചടങ്ങുകൾ, ഈ പറയുന്ന MLA അടക്കമുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെ എല്ലാ മെമ്പർമാരും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രമുഖരും എല്ലാം പങ്കെടുത്ത വലിയൊരു കല്യാണം ആ അനാഥാലയത്തിൽ വെച്ച് നടന്നു. ഞാനും സാക്ഷിയായിരുന്നു, ഞാനും കണ്ടിരുന്നു. അന്ന് ഞാനും വീഡിയോ ചെയ്തിരുന്നു, വലിയ റീച്ചായിരുന്നു. ഞാനും പ്രാർത്ഥിച്ചു, എന്ത് നല്ല പയ്യൻ, ഒരു കുഞ്ഞിന് ഒരു ജീവിതം കൊടുത്തല്ലോ എന്ന് ആശ്വസിച്ചിരുന്ന ആ പയ്യൻ. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ആ ട്വിസ്റ്റ് എന്താണെന്ന് മിക്കവാറും ഏറെക്കുറെ ആളുകൾ അറിഞ്ഞു കാണും. അടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു അനാഥാലയത്തിൽ ഒരു വലിയ ചതി നടന്നിരിക്കുന്നു എന്നും പറഞ്ഞ് ഈ പറയുന്ന നമ്മുടെ സുഹൃത്തായ ചങ്ങാതിക്കൂട്ടത്തിലെ ബിബിൻ ഒരു വാർത്ത ചെയ്തിരുന്നു. പക്ഷേ അത് ആരായിരുന്നു എന്ന് പിന്നെയാണ് നമുക്ക് മനസ്സിലായത്. ചതി എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി കല്യാണത്തിന് മുമ്പേ പ്രഗ്നന്റ് ആയിരുന്നു. അതായത് കല്യാണം നടക്കുന്നത് 18 വയസ്സ് കഴിഞ്ഞ് ഏതാനും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് കല്യാണം നടന്നത്. അപ്പോൾ കുട്ടി കല്യാണത്തിന് മുമ്പേ ഗർഭിണിയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത. കാര്യം ഗർഭം ഈ പറഞ്ഞ കാര്യം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കിടപ്പ്. വലിയ ത്യാഗമൊക്കെ സഹിച്ച് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു അല്ലേ? എന്ത് തലയിലാവുന്നോർത്ത് കിട്ടിയതാ. വേറെ വല്ല ഇത് ഒരുപാട് അനാഥാലയത്തിൻ്റെ കിടന്ന് ഇങ്ങനെ ചൂഷണങ്ങൾ നേരിടുന്നുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ ലൈംഗിക ചൂഷണം നേരിടുന്നുണ്ട്. പക്ഷെ അതാരും അത് പുറത്ത് പറയാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതാണ്ട് തലയിലാകുമെന്ന് ഓർത്തുകൊണ്ടാണ് പുള്ളി വിവാഹം കഴിച്ചത്. അല്ലെങ്കിൽ വലിയ കേസായി പോയേനെ. എന്തൊക്കെയായാലും അയാൾ വിവാഹം കഴിച്ചു. മറ്റുള്ള പെൺപിള്ളേരെ വല്ല ഇയാൾ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും?